എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജി ഗുരുക്കൾ എന്നാണ്. ഒരു പാരമ്പര്യ വൈദ്യനും അതേപോലെ തന്നെ മർമ്മചികിത്സകനും കളരിയും ഒക്കെ പഠിപ്പിച്ചു വരുന്ന ഒരു കളരി ഗുരുക്കളാണ്. ഞാനിത് വന്നിരിക്കുന്നത് കർക്കിടക മാസമൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് പഴയകാല ഒരു ഓർമ്മയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ പാരമ്പര്യ ധാന്യങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ പഴതലമുറയുടെ ആരോഗ്യ രഹസ്യങ്ങളിൽ ഒന്നായിരുന്നതും പോഷക സമൃദ്ധവും നിരവധി ആരോഗ്യ ഗുണങ്ങളും നിറഞ്ഞ ഒരു മില്ലറ്റ്, അതായത് വറക് അഥവാ വറകെന്നും പറയാം, വരകെന്നും പറയാം. കോഡോ മില്ലറ്റ് എന്ന ഒരു ചെറുധാന്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം ഇന്ന് അതിന്റെ പ്രാധാന്യം ഏറി വരികയാണ്. അപ്പൊ അതിന്റെ ഒരു അത് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ നമുക്ക് പുട്ടുണ്ടാക്കാം, അതേപോലെ തന്നെ പായസം ഉണ്ടാക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്നതിൽ ഒരു കഞ്ഞിയാണ്. ഇത് വരക് കഞ്ഞി. നമുക്ക് ആ കഞ്ഞി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ആരോഗ്യ രഹസ്യമാണ്, കൂടുതൽ പോഷകമാണ്. ഒരു ഗ്ലാസ് ധാന്യം എടുക്കുക, ആ ധാന്യം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുക എന്ന് വെച്ചാൽ അഴുക്കുണ്ടാവും, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. 2 മണിക്കൂറൊന്ന് കുതിരാൻ വെക്കുക. അതിനുശേഷം എടുത്തിട്ട് ഒരു മൺകലത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ, അലൂമിനിയം ഒഴിച്ച് മറ്റ് എന്തിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആയി വെന്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു 2 പച്ചമുളക്, ഒരു 10 ചെറിയ ഉള്ളി, ഇതെല്ലാം അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞിടാം, ചതച്ചിടണമെങ്കിൽ ചതച്ചിടാം. ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ നാടൻ തൈര്, ഒരു ഗ്ലാസ് നാടൻ തൈരും കൂടി ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ മൂടി വെക്കുക. നമ്മൾ തലേദിവസം ചെയ്ത് വെക്കുന്നതാണ് ഈ പറയുന്നത്. അങ്ങനെ മൂടി വെച്ച് പിറ്റേ ദിവസം രാവിലെ അത് തുറന്ന് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി, ഉപ്പ് ഒക്കെ വേണമെങ്കിൽ, കല്ലുപ്പാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം, എന്തുപ്പ് ഉപയോഗിക്കാം. ഒരു പ്ലാവില കൊണ്ട് ഒരു സ്പൂൺ ഉണ്ടാക്കി അതുകൊണ്ട് കോരി കുടിച്ചാലുണ്ടല്ലേ, നമുക്ക് ആ കിട്ടുന്ന എനർജി ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നവരെ അതിൻ്റെ എനർജി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ഒരു ഭക്ഷണത്തിൻ്റെ ഒരു വിഭവമായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചെയ്തു നോക്കുക. മറ്റൊരു വീഡിയോയുമായി, ആരോഗ്യപരമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.